ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുക്കർ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 3 സവാള ചെറിയതാക്കി അരിഞ്ഞതാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം കുക്കാവണം കേട്ടോ, അപ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് 2 തക്കാളി, കറിവേപ്പില, മല്ലിയില, പുതിനയില, ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ചതാട്ടോ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാള നല്ലോണം വഴറ്റിയെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പ്, പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടികളായിട്ട് ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബിരിയാണീൻ്റെ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 കപ്പ് ബിരിയാണീൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിലായതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.